ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഈ മത നേതാക്കന്മാരിങ്ങനെ ഊതുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് വെള്ളം, വായു, ജലം, അഗ്നി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾക്ക് ഈ എനർജി ഇങ്ങോട്ട് എടുക്കാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്. അത് പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നും വേണ്ട, ശപിക്കും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുകയോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വേദനിപ്പിച്ചാൽ ഇതേ സാധനം, ഇതേ അളവിന്റെ ഇരട്ടി സാധനം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതെങ്ങനെയാ? ഈ ആഭിചാരം, കൂടോത്രം, കൈവശം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അത് ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് അങ്ങനൊരു സാധനം ഇല്ല. ഇതെല്ലാം ഓരോരുത്തരുടെ മനസ്സിലായിരിക്കുന്നു. ഞാനിപ്പം കൂടോത്രം ചെയ്താൽ ഇയാൾ മുടിഞ്ഞു പോവും, ഞാനിപ്പം കൈവശം തന്നാൽ ഇയാൾ എൻ്റെ അടുത്തേക്ക് വരും. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ റോജി ബ്രോയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. അല്ല, അങ്ങനെ ഒരു അഭിപ്രായപ്പെടാൻ കാരണം എന്താ? കാരണം ഇപ്പം ഒരു കാര്യം വെച്ചിട്ട് ഇപ്പം ഈ കൂടോത്രം ചെയ്യുന്ന അല്ല കൈവശം ചെയ്യുന്ന അല്ല ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് ചോദിക്കുക, ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവരുടെ ലൈഫിൽ ഉന്നതി ഇല്ലാത്തത്? ഇവർക്ക് ചെയ്യുമെങ്കിൽ ഇവർക്ക് ഇവരുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കിക്കൂടെ? എനിക്ക് വിശ്വാസമില്ല. കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ ഞാനതിനെ വിശ്വസിക്കുന്നില്ല. എനിക്കും അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫ് സക്സസ്ഫുൾ ആവുന്നില്ല? ഈ അമ്മുമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് അവളെ മറ്റേത് ചെയ്തത് കൊണ്ടാണ്. അല്ല, ഈ പറഞ്ഞ ഈ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നവരുണ്ട്. അവർ പറയും, അതായത് വരുന്ന ഭാര്യ മകൻ്റെ അടുത്ത് കൂടുതൽ അടുക്കുകയാണെങ്കിൽ അടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ അവരുടെ ഈ പറഞ്ഞ ഒരു അന്ധവിശ്വാസമാണ്. ഇത് ചെയ്താൽ ഇങ്ങനെ നടക്കും എന്നുള്ള സാധനം. അതല്ലാതെ അതൊരു പ്രോപ്പർ വേ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ഞാൻ കുറച്ച് ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ചില സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇറിറ്റേഷനും നോർമൽ ഭയങ്കര ധൈര്യത്തോടെയായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ ചില വീടുകൾ, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഉള്ളിലൊരു പേടി തോന്നുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ സ്വാഭാവികം തോന്നിയിട്ടുണ്ടല്ലോ. ഇനി ചില ആൾക്കൂട്ടത്തിൽ പോയിക്കുമ്പോൾ, ചില ആളുകളുടെ അടുത്ത് പോയിക്കുമ്പോൾ നമുക്ക് ഈ സാധനം വർക്കൗട്ട് ആണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഭയങ്കര ഒരു നെഗറ്റീവ്, ഒരു ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ്, ഒരു പേടി, ഇങ്ങനത്തെ സാധനം ഫീൽ ചെയ്യുന്നുണ്ടോ? ചില അമ്പലങ്ങളിൽ പോകുമ്പോഴും ഈ ഇത്തരത്തിലുള്ള സേവകളുള്ള അമ്പലങ്ങളിൽ പോകുമ്പോഴും നമുക്ക് ഇതേ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നാൻ കാരണം? നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാത്ത ആൾക്കാരാണെന്ന് കണ്ടുവരും. എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? അത് ഇപ്പം ഒന്നാമത്തെ കാര്യം പറയട്ടെ. ഇപ്പം ഇന്നൊരു അമ്പലത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. പോയാൽ മതി, ഒരാളൊന്നും കേൾക്കാതെ പോയാൽ മതി. ഇതിപ്പോ കേട്ടിട്ടാണല്ലോ അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് തോന്നുന്നത്. നോർമലി ഇതിങ്ങനെ തോന്നും, ഇതിങ്ങനെ തോന്നും. അത് നമ്മുടെ തോട്ടും കൂടെ അല്ലേ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം റോജി ബ്രോഡ് എടുത്ത് വരുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ റോജി ബ്രോഡ് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരങ്ങളും റോജി ബ്രോഡ് സംസാരവും എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. കാരണം അതിനകത്തൊരു നെഗറ്റീവ് എലമെന്റ് ഇല്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇല്ലുമ്പോൾ ഞാൻ വിചാരിക്കും എന്തോ വിഷയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അവിടെ വിഷയമുണ്ട്. ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പണ്ട് ആൾക്കാർ പറയും സെമിത്തേരി എന്ന് പറയുന്നത് ഭയങ്കര പേടിപ്പെടുത്തുന്ന സംഭവം. എല്ലാവർക്കും പേടിയാ. കുഞ്ഞുനാളിലൊക്കെ എനിക്ക് രാത്രിയിൽ ഒരു 6 മണി കഴിഞ്ഞിട്ട് സെമിത്തേരിയിലോട്ട് പോകാൻ പേടിയാ. പക്ഷേ ഞാൻ വളർന്നൊരു 10-18 വയസ്സൊക്കെ ആയപ്പം കൂടുതൽ പള്ളിയിൽ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ ഈ രാത്രി സമയത്തൊക്കെ സെമിത്തേരി ക്ലീൻ ചെയ്യാനും ഇതൊക്കെ എനിക്ക് പേടി പോയി. അപ്പൊ ഈ മനസ്സിൽ ഈ തോട്ടല്ലേ, ഇതേ തോട്ട്സ് മാത്രമല്ല, നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. പോസിറ്റിവിറ്റി ഉണ്ട്, നെഗറ്റിവിറ്റി ഉണ്ട്. ഈ രണ്ട് എനർജീസും നമ്മുടെ ശരീരത്തിനെ ബാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? സയന്റിഫിക്കലി ഈ രണ്ട് എനർജിയും നമ്മളിലോട്ട് ആകർഷിക്കുന്ന ഏത് എനർജിയാണോ ആ എനർജി നമ്മുടെ ബോഡിയിലോട്ട് വന്ന് അതിനൊരു ഹോർമോണായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സാധനമാണ് നമ്മുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അതുവഴി കിട്ടുന്നൊരു എനർജി ഉണ്ട്. അതായത് നമ്മളെല്ലാം എനർജിയാണ്. അൾട്ടിമേറ്റ് നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരവും നമ്മുടെ തോട്ട്സും എല്ലാം എനർജി ഭൂമിയിലോട്ട് ലയിച്ച് പോകുന്ന സാധനങ്ങളാണ്. അതിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. അഫർമേഷൻ കേട്ടിട്ടുണ്ടോ? അഫർമേഷൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ യൂണിവേഴ്സിനോട് പറയുന്നത്, ചെറുപ്പം പോലെ നമ്മളിങ്ങനെ ചിന്തിച്ച് ആ വ്യക്തികൾ അതായിട്ട് മാറും. ആറ്റിറ്റ്യൂഡ് അതായിട്ട് മാറും, പ്രൊഫഷണലി അതായിട്ട് മാറും. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയ ചിന്ത എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് പുറത്തു പോകുന്ന എനർജി ഉണ്ട്. ആ എനർജി സ്പ്രെഡായി കഴിഞ്ഞതിന് ശേഷം ഈ സാധനം നമുക്ക് എന്തായിട്ടാണോ മാറേണ്ടത് അത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു
ഒരു ബോൾ പോലെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പോലെ അതിന് ക്രിയേറ്റ് ആവാൻ തുടങ്ങും ബ്രെയിൻ്റെ അകത്ത്. പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരാളെ രക്ഷപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ നമുക്കൊരാളെ തളർത്താൻ പറ്റുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഈ എന്താ പറയുക വഴക്കിടാൻ വരുന്നതും സംസാരിക്കുന്നതൊക്കെ നമ്മളെ തളർത്താൻ പറ്റും ആളുകൾക്ക്. പറഞ്ഞെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഈ മത നേതാക്കന്മാരിങ്ങനെ ഊതുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് വെള്ളം, വായു, ജലം, അഗ്നി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾക്ക് ഈ എനർജി ഇങ്ങോട്ട് എടുക്കാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്. അത് പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ ഉണ്ടാകുന്ന ഭയങ്കരമായിരുന്ന നെഗറ്റീവ് എനർജീനെ പമ്പ് ചെയ്യാൻ പറ്റും മറ്റൊരാളിലോട്ട്, മറ്റൊരു വസ്തുവിലോട്ട് പമ്പ് ചെയ്യാൻ പറ്റും. ഈ സാധനം നമ്മളൊരു വളരെ വീക്കായൊരു വ്യക്തിയാണെങ്കിൽ ഇത് നമുക്ക് എഫക്റ്റ് ആവാൻ തുടങ്ങും. റോജി ബ്രോ പറയുന്നതനുസരിച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും പറയാണ് ഞാൻ സൂപ്പറാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ ജയിക്കാൻ ജനിച്ചവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുക. കാര്യമുണ്ട്. അപ്പം ഈ പറയുന്ന ഈ ജയിക്കാന്ന് പറഞ്ഞിരുന്നു എന്താന്ന് കൂടി മനസ്സിലാക്കണ്ടേ? അതായത് ഈ പറയല്ലോ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ സാധനമുണ്ട്. ഇപ്പം ഭയങ്കര വൈറലായി ഇപ്പോഴത്തെ സമൂഹത്തിൽ. അത് മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കുമെന്ന് പറഞ്ഞു. പക്ഷെ മാനിഫെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുമെന്ന് പറയുന്ന ഒരു കോട്ട്. ഹാർഡ് വർക്കാണ് ഏറ്റവും വലിയത്. അതിനുവേണ്ടി നീ പ്രയത്നിക്കുക, നീ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നീ അതിനുവേണ്ടി സമയം ചിലവാക്കുക, ഇതാണ് പറയുന്നത്. പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ പറയുന്നത് എന്താണ്? നിങ്ങൾ അതിനുവേണ്ടി എപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നതും ഹാർഡ് വർക്കും സെയിം തന്നെ. വേറെ ടൈം ഇട്ട് വിളിക്കുന്നല്ലേ ഉള്ളൂ. ഹാർഡ് വർക്ക് പോലെ ഇല്ല. അതായത് നമ്മൾ ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു എന്താ പറയുക ഒരു IPS ഓഫീസർ ആവണമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന പോയിന്റ് മുതൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മുടെ സംസാരം മാറും. അവരെന്താണോ ചെയ്യുന്നത്, അവരെങ്ങനെയാണോ സംസാരിക്കുന്നത്, ആ രീതിയിലോട്ട് ഞാൻ എൻ്റെ ബോഡിയെ പതുക്കെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ ഈ എന്താവണം എന്ന് തീരുമാനിച്ചു, അപ്പൊ നമ്മളൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. നമ്മളത് ഡെയിലി ഇതിനു വേണ്ടിയിട്ട് വേണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ കൂടോത്രം പോലത്തെ ഒരു സാധനം നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യും. അത് എങ്ങനെ? ഇത് ആഗ്രഹത്തെ പറ്റില്ല പറയാം. നമ്മളൊരു മനുഷ്യൻ ഒരു ദിവസം എത്ര കോടിക്കണക്കിന് ചിന്തകൾ ആണ് നമ്മുടെ കടന്നുകൊണ്ട് ചിന്തിക്കുന്നത്. അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ചുറ്റും ഈ പോസിറ്റീവ് സംഭവം ഉണ്ട്, അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക് അത് ആവുമെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന കൂടോത്രം, നാഭിചാരം, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെനിക്ക് എന്തെങ്കിലും ചെയ്തു, അതെന്നെ അഫക്ട് ചെയ്യൂ? എന്റെ ഒരു വിശ്വാസപ്രകാരം എന്നെ അഫക്ട് ചെയ്യില്ല. ശരി, എങ്ങനെ അഫക്ട് ചെയ്യുന്നതാണ് ചോദ്യം. ഇപ്പൊ പറയില്ലേ അവരത് ചെയ്തത് കൊണ്ടാണ്. ചിന്തകൾക്ക് ശക്തി ഉണ്ടോ? ഉണ്ടോ? നീ ആഗ്രഹിക്കുക, നിനക്ക് ഒരു വേണ്ടപ്പെട്ട ഒരാൾ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരാൾ നിന്നെ വിളിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല. ഇയാളോട് പറഞ്ഞിട്ടില്ലല്ലോ നിന്നെ വിളിക്കണം. അപ്പോ അത് ശാസ്ത്രം സയന്റിഫിക്കലി ചിന്തകൾക്ക് ശക്തി ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ചിന്ത എനർജി ആയിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. ആരിലോട്ടാണോ കണക്ട് ആവേണ്ടത്, എന്തിലോട്ടാണോ കണക്ട് ആവേണ്ടത് ആ ആളുകളുമായിട്ട് അത് കണക്ട് ആവും. ടെലിപ്പതി എന്നൊക്കെ പറയില്ലേ, ടെലിപ്പതി തന്നെ. അപ്പോൾ ചിന്തകൾക്ക് ശക്തിയുണ്ട്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഹിപ്നോസിസിൽ ഉപയോഗിക്കുന്ന പോലെ മെസ്മറിസം എന്ന് പറയുന്ന സാധനം. മെസ്മറിസം ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലായിട്ട് ചിന്തകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് നിനക്ക് വേണ്ടി ഒരു നെഗറ്റീവ് ചിന്തകൾ ഇട്ടുതരാം, എനിക്ക് മനസ്സിലാവും. ഇത് നിന്നിലൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് നിനക്ക് എന്തെന്ന് അറിയാത്തൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ആവും. ആ ഡിസ്റ്റർബൻസിൽ നീ ചിലപ്പോൾ പെട്ടെന്ന് നിനക്കൊരു ഡിപ്രഷനിലോട്ടോ ആങ്സൈറ്റിയിലോട്ടോ പതുക്കെ കിടക്കും. അങ്ങനെ കടന്നാൽ എന്ത് സംഭവിക്കും നിൻ്റെ ജീവിതത്തിൽ? നീ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം സ്റ്റോപ്പ് ആവും. നീ പോസിറ്റീവായി ചിന്തിക്കുന്ന ചിന്തകൾ സ്റ്റോപ്പ് ആവും. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ജീവിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നിമിഷം നമ്മളങ്ങനെ ഡൗൺ ആയി പോകും. ആക്ച്വലി ഈ കൂടോത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായ ആഭിചാരക്രിയകൾ ചെയ്യുന്നവർക്ക് നെഗറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ്. ഈ സാധനം ഇങ്ങനെ പമ്പ് ചെയ്യും, മനസ്സിലായോ? ഒരാളുടെ രൂപം പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ആളുടെ സാധനം വെച്ചിട്ട് ഇവരിങ്ങനെ ഇത് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നെഗറ്റീവ്, അവരുടെ ജീവിതം നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഒരു അപകടം സംഭവിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യം സംഭവിക്കട്ടെ. ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ സാധനം, ഇത്രയേ ഉള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ട് ഒരാൾ നമ്മളെ പറ്റി അപ്പുറം ചിന്തിച്ചാൽ നമ്മളിലോട്ട് അത് അഫക്റ്റ് ചെയ്യും. പക്ഷേ നമുക്കത് മാറ്റിക്കളയാൻ പറ്റും. പക്ഷേ ചിലരെന്ത് ചെയ്യും? അത് മാറ്റിക്കളയാൻ ശ്രമിക്കില്ല. ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യും, എന്തെങ്കിലും കാര്യം ചെയ്ത് മാറിപ്പോകും. ഞാൻ ദൈവവിശ്വാസം ഇതിനിടയ്ക്ക് കൂട്ടി കലർത്തുന്നില്ല. റോജി പറഞ്ഞ പോയിന്റ് അനുസരിച്ച് ഒരാൾ നെഗറ്റീവ് തോട്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ വേണമെങ്കിൽ പ്രാഗ് എന്ന് പറയത്തില്ലേ, അതൊരു നെഗറ്റീവ് സാധനമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ നീ ശപിക്കുക,
ഇപ്പം ഈ റോജി പറഞ്ഞു മറ്റേ ഊതുന്ന കാര്യം പറഞ്ഞില്ലേ, പണ്ടത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് ഋഷിമാരൊക്കെ വെള്ളം ജലം എടുത്തിട്ട് ശപിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് എനിക്ക് തോന്നിയിട്ടുള്ള സിംബോളിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയാണെന്നാണ്. അതൊരു ഭയമാണ്. അതായത് ഞാൻ നിന്നെ ശപിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയം, അയ്യോ ഇന്നിങ്ങ് നടക്കുമോ, പ്രാഗി നമുക്ക് നടക്കും, ഇത് ഇയാൾ പ്രാഗിയോ, എൻ്റെ ജീവിതത്തിൽ ഇത് എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുമോ എന്നുള്ള പേടി ജനറേറ്റ് ചെയ്യുക. പേടി ജനറേറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും, ദൈവം ഇനി എന്തെങ്കിലും വരുമോ. ഇപ്പം ഒരു വണ്ടി ഇടിച്ചു, ദൈവം എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നും വേണ്ട, ശപിക്കും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുകയോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വേദനിപ്പിച്ചാൽ ഇതേ സാധനം ഇതേ അളവിന്റെ ഇരട്ടി സാധനം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതെങ്ങനെയാ, എന്താണ് അതിനകത്ത്? അത് ഞാൻ റോജി ബ്രോയ്ക്ക് ഒരു മുട്ടായി മേടിച്ചു തരുന്നു. റോജി ബ്രോ മുട്ടായി മേടിച്ചു തരുമ്പോൾ ഞാൻ മേടിച്ചു തരുമ്പോഴത്തേക്ക് റോജി ബ്രോ അടുത്ത ദിവസം കടയിൽ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ജുബിനൊരു മുട്ടായി മേടിച്ചു തന്നല്ലേ, നിനക്കൊരു മുട്ടായി ഇരിക്കട്ടെ, ഇത് മേടിച്ചു തരും. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതല്ല കർമ്മ, അതല്ലല്ലോ കർമ്മ. അല്ല, ബൂമറാങ്. അത് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ഒരാളെ വന്ന് രണ്ടുപേരെ ഒരു കാര്യമില്ലാതെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫയർ ചെയ്ത് കഴിയുമ്പോൾ കാവ്യക്കോ റോജിയോ ചെയ്യുന്ന കാര്യങ്ങളിൽ ഈ ഫയറിങ്ങിൻ്റെ നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും. ആ നെഗറ്റിവിറ്റി കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ തിരിച്ചെനിക്ക് വരും. കാരണം ഞാൻ കാവ്യനെ ഫയർ ചെയ്യുന്നു, കാവ്യ അതുകൊണ്ട് കാവ്യ ഫയർ ചെയ്യുന്നതിൻ്റെ ദേഷ്യത്തിലോ വിഷമത്തിലോ കാവ്യ ഒരു കാര്യം ചെയ്യുന്നില്ല. ആ കാര്യം ചെയ്യാതാകുമ്പോഴത്തേക്ക് പിന്നെ അത് എഫക്റ്റ് ചെയ്യുന്ന തന്നെ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളൊരു പോസിറ്റീവ്, നമ്മളിപ്പം കർമ്മ എന്ന് പറയുന്ന സാധനത്തെയും ആഭിചാരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? കാരണം കർമ്മ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്, ഇത് ആഭിചാരം വേറൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നതും എനർജി രൂപത്തിൽ ഇൻവെസ്റ്റ് ആവുന്നുണ്ട്. അല്ല, അതിനെന്തിനാ ഇതുപോലത്തെ ടൂൾസ് ഒക്കെ മെയിൻ ആയിട്ട്? ഇതിന് മുട്ട ഈ വക ഐറ്റംസ് അല്ലേ മെയിൻ ആയിട്ട് വരുന്നത്? അതെന്താ നമ്മളിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ ഈ സാധനമല്ല. കർപ്പൂരം, മുട്ട, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ നമ്മുടെ ഉഴിഞ്ഞു കളയുക, ഇതെല്ലാം ഇപ്പൊ നിനക്ക് സൈക്കോസൊമാറ്റിക് പോലെയുള്ള അസുഖങ്ങളുണ്ട്. അതായത് നീ തന്നെ ചിന്തിച്ചെടുത്തിരിക്കുന്ന അസുഖം. അതായത് നീ ഇങ്ങനെ ഇരുന്ന് നീ ഇപ്പോൾ വിചാരിക്കും ഞാൻ കരഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് നീ തന്നെ പറഞ്ഞു വെച്ചേക്കാം. നിനക്ക് കരഞ്ഞ തലവേദന വരും, അതിൽ നിനക്ക് വയറുവേദന വരുന്നു. പല കുട്ടികൾക്കും സൈക്കോസൊമാറ്റിക്കാണ്. കാര്യം അവർക്ക് ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനം ശീലമായി പോകും. കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി പല നുണകളും പറയും. പിന്നീട് ഇവർക്ക് ഇത് ഭാവിയിൽ അസുഖങ്ങളായിട്ട് മാറും. എനിക്ക് തോന്നിയേക്കണ എന്താണെന്നറിയോ, ഈ പഴയ ആൾക്കാര് ചുമ്മാ ഇരുന്നുകൊണ്ട് കൂടോത്രം ഇത് എന്ന് പറഞ്ഞു രാത്രി പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞ് മറ്റെന്തോ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാ മറ്റിവിടെ ഇറങ്ങാൻ പാടില്ല, എന്ത് വീഴ്ചയുണ്ടെന്നോ എന്തോ വീഴ്ചയുണ്ടെന്നാ, അങ്ങനത്തെ കുറെ സംഭവങ്ങള്. ഇതിന് രൂപങ്ങളൊന്നുമില്ല. യക്ഷിയോ പ്രേതോ ഭൂതം പിശാചോ സ്ഥാനത്തെ പറ്റുന്നില്ല. ഇത് നമുക്ക് എനർജി ആയിട്ട് കണക്ട് ചെയ്താൽ മതി. മുടി അഴിച്ചിടാൻ പാടില്ല. ഈ എനർജി ആയിട്ട് ഇതിനെ കണക്ട് ചെയ്താൽ മതി. അതായത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ സാധനങ്ങളില്ലേ, ഇതെല്ലാം നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു കാലങ്ങളിൽ ചെയ്തു വെച്ചിരുന്നത്. അതേപോലെ യക്ഷികളൊക്കെ ഇപ്പൊ എവിടെ പോയി? ഇത് ആര് യക്ഷികളെ കണ്ടു എന്ന് പറഞ്ഞാൽ യക്ഷികളൊന്നും ചെയ്തവരാരും കാണുന്നില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇതുവരെ എനിക്കൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുമില്ല. പക്ഷെ വേറെ സംഭവം ഉണ്ട്. ഇപ്പം ഞാൻ കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നുറങ്ങി, നമ്മൾ പുതപ്പ് നമ്മുടെ കാലിൽ ചുറ്റിപ്പിരി. ഒരു ദിവസം ഞാൻ എന്തോ സ്വപ്നം കണ്ടപ്പോഴത്തേക്ക് ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ കാല് വലിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പുതപ്പ് ചുറ്റി. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ദൈവമേ എന്ത് പറ്റി, ഈ സാധനം വരുന്നത് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ ഈ ഓരോരുത്തരെ പറഞ്ഞ് ഇത് നമ്മുടെ മനസ്സിലുണ്ട്. എന്നെ കൂടോത്രം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ യക്ഷിയുണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്. മറ്റേ നന്ദനത്തിനകത്ത് ജഗതി ശ്രീകുമാർ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ആയ കാലത്ത് ഇത് പോകാത്ത സ്ഥലങ്ങളില്ല, എനിക്ക് പേരൊരിടത്തിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതുപോലെ ഇത് എനിക്കെന്തോ കുഴപ്പമുണ്ട്. കാരണം എന്താ, ഞാൻ പരീക്ഷയിൽ തോറ്റു, എനിക്ക് വേണ്ട രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നത്, എനിക്കെന്തോ കുഴപ്പമുണ്ട്. ആ എസ്കേപ്സ് അതിൻ്റെ പേരിൽ അങ്ങോട്ട് ഒന്നും ശരിയാകുന്നില്ല, ലൈഫ് അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല. എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട് ആരും. എങ്ങാണ് വീടിൻ്റെ മൂലയ്ക്ക് ഒരു തകിടോ ഒരു മുട്ടകളോ കിട്ടിയ ശുഭം. പിന്നെ ഒരു മറ്റേ നാണയം ചുവന്ന പട്ട് മനസ്സിലായി. ഈ സാധനം കിട്ടി നമ്മളിപ്പം വീട് അടിച്ചു വാരിയിട്ട് ഒരു മുട്ടത്തോട് എടുത്ത് അപ്പുറത്തിട്ടിരിക്കുന്നതായിരിക്കും. ഒന്ന് തോണ്ടുമ്പോഴത്തേക്ക് ഒരു മുട്ട കിട്ടിയ തോട് കിട്ടിയ തീർന്നു. പട്ടാളം സിനിമയില് കുഴിച്ചിടുന്നത്
ഇങ്ങനെ സംഭവം ഇത് ശരിക്കും ഈ പറയുന്ന ബ്രോ പറഞ്ഞ ഒരു പോയിന്റ് അതിൻ്റെ അൾട്രാ മോഡേൺ ടേമാണ് പോസിറ്റീവ് നെഗറ്റീവ്. ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റില്ല. അല്ല, ഇപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, ഈ നമ്മുടെ മണിച്ചിത്ര സിനിമയ്ക്കകത്ത് തിലകൻ്റെ ക്യാരക്ടർ ഒരു വലിയ പൂജാരിയാണ്, ആചാരങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ വന്നിട്ട് ലാലേട്ടനെ പറയും ഇയാളുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചേ. അപ്പം ആചാരങ്ങളും സയൻസും സെയിം അല്ലേ. ഈ ആചാരം ചെയ്യുന്ന ആൾ അയാൾ വലിയ പണ്ഡിതനാണെന്ന് പറയുമ്പോഴും ഒരു ഡോക്ടറേറ്റ് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളിനെ ശരിക്കും ശോഭനയ്ക്ക് സൈക്കോസോമാറ്റിക്കാ. അതായത് ശോഭന തന്നെ കരുതി എടുത്ത് വെച്ച് ആ കഥകൾ എടുത്ത് ഉള്ളിലോട്ട് ഇട്ട് ആ ആള് ഡുവൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്ന സാധനമാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ഈ ആത്മാവ് കയറി അത് ശരിക്കും ഉണ്ടാ ഇല്ല. അല്ലാതെ ഇതിന്റെ അത് ഇതായിട്ടാ വരുന്നത്. ഈ റോജി പറഞ്ഞ ടേം സൈക്കോസോമാറ്റിക് ടേമാണ്. മറ്റെന്തോ ആ ശബ്ദത്തിൽ സംസാരിക്കുക, ആ ശബ്ദം തന്നെ എടുത്തെന്ന് എനിക്കല്ല, ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ റിലേറ്റീവ്സിൽ സൗണ്ട് ഇതല്ലേ എന്റെ ശബ്ദം വേറൊരു സൗണ്ട് സംസാരിക്കാൻ നോക്കി പറ്റും. വേറെ സൗണ്ട് സംസാരിച്ച് കാവ്യ എന്താണോ ഉള്ളിലോട്ട് കൊടുക്കുന്നത് കാവ്യക്ക് അതായിട്ട് മാറാൻ പറ്റും. കാവ്യയുടെ ശരീരഘടനയും തലച്ചോറും അങ്ങനെയാണ് ക്രിയേറ്റ് വെച്ചിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ സംസാരിക്കണം, കാവ്യക്ക് സംസാരിക്കാം. പ്രായമായിട്ട് ശബ്ദം സംസാരിക്കണം. അപ്പോൾ പിന്നെ ഈ മോണാക്ട് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ്, ഈ കോമഡി താരങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സൗണ്ടുകൾ എടുക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ ആ സൗണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിവുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെങ്ങനെ കാണാൻ പറ്റുന്നത്? മറ്റ് ചില ആളുകൾ ഇത് ചിലവർ ഇതിന് ഭയങ്കര ക്രൈസായിട്ട് എടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ കേരളത്തിലാണ് ഇത് മാനസിക രോഗം എന്ന് പറയുന്നുള്ളൂ. കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ മാനസിക രോഗം ആയിരിക്കില്ല ചിലപ്പോൾ. ഇത് വലിയ ദൈവികമായ സാധനങ്ങളൊക്കെ ആയിട്ട് കോട്ട് ചെയ്യപ്പെടും ഈ സാധനത്തിന്.